ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു ഇഡ്ഡലിയുടെ റെസിപ്പി നോക്കിയാലോ. ഇഡ്ഡലിയാന്ന് വിചാരിച്ച് ഇതെല്ലാവർക്കും അറിയണം, സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലത്തെ ഇഡ്ഡലി എന്ന് പറയണതാണ്. നമ്മൾ പച്ചരി ഒന്നും അരയ്ക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇഡ്ഡലി, നല്ല സോഫ്റ്റാണ് കേട്ടോ. അതാണ് എടുത്ത് പറയേണ്ടത്. പിന്നെ ഇത് നമുക്ക് ഇഡ്ഡലിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയായിട്ട്. നമ്മൾ ദോശ നമുക്ക് ഈ രീതിയിൽ ചെയ്ത് ദോശ ഉണ്ടാക്കാൻ പറ്റില്ല. സ്വതവേ നമ്മൾ ഇതൊക്കെ അരച്ചിട്ട് ചെയ്യുമ്പോൾ ദോശയ്ക്കും ഞാൻ അങ്ങനെ പിറ്റേ ദിവസം എടുക്കാറുണ്ട്. അപ്പോൾ അത് നല്ല വറുത്തരച്ച സാമ്പാറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു ഇഡ്ഡലിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പച്ചരി ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ ഇഡ്ഡലിക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഗ്ലാസ്, ഞാനിവിടെ പറയണത് ഒരു ഗ്ലാസ്സാണ് കേട്ടോ. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ എടുക്കണം എല്ലാതും ഒരേ ഗ്ലാസ്സിൽ അളന്ന് എടുക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ പച്ചരി ഇടുമ്പം ഒരു ഗ്ലാസ് ഉഴുന്നിന് 3 ഗ്ലാസ് പച്ചരി, 3 അങ്ങനെ എടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് വെച്ചിട്ട് ഇത് ഒരു 3-4 മണിക്കൂർ കുതിരാൻ വെക്കുക കേട്ടോ. ഇത് എന്തായാലും ഇത് പെട്ടെന്ന് ഉഴുന്ന് കുതിർന്ന് കിട്ടും. അപ്പം ഞാനത് നന്നായി വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ. ആ വെള്ളം കൊണ്ട് തന്നെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. അപ്പം നന്നായി വാഷ് ചെയ്തിട്ട് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് വേണം വെള്ളത്തിലിട്ട് വയ്ക്കാൻ. അപ്പം അങ്ങനെ ഇട്ട് വെച്ചതാണ്. ഒരു 3 മണിക്കൂർ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നന്നായി ആ വെള്ളം കൊണ്ട് തന്നെ അരച്ചെടുക്കണം. നന്നായിട്ട് ഉഴുന്ന് അരയ്ക്കുമ്പോൾ നല്ല ഇങ്ങനെ എന്താ പറയുക, മിക്സിയിലായാലും ഗ്രൈൻഡറിലായാലും അരയ്ക്കുമ്പോൾ നല്ല ഇങ്ങനെ ഇതായിട്ട് അരച്ചെടുക്കണം. പിന്നെ 2 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുത്തത്. പിന്നെ അതിലേക്ക് ഒരു കയ്യിൽ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി അരയ്ക്കണം. ഉഴുന്ന് അരയാണ്ട് കെടുക്കരുത്. ഉഴുന്നായാലും ഉലുവയായാലും നന്നായി അരയണം. അതാണ് നമ്മൾ ഏത് രീതിയിൽ ഇഡ്ഡലി ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണം. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുട്ടുപൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഇഡ്ഡലി ഉണ്ടാക്കണത്. അപ്പോൾ 3 ഗ്ലാസ്, ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്നിന് 3, നമ്മൾ അളന്ന അതേ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരി എന്താ പറയുക പുട്ടുപൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പുട്ടുപൊടി വെച്ച് ചെയ്യുമ്പോൾ സാധാ അരിപ്പൊടി വെച്ച് ചെയ്യണ ഏറ്റവും സോഫ്റ്റായിട്ട് നമുക്ക് പുട്ടുപൊടി വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ഇവിടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇത്രയും നാൾ. അപ്പോൾ ആ ഓഫറിൽ ഞാൻ 5 കിലോ പുട്ടുപൊടി വാങ്ങി. അരിപ്പൊടിയുടെ പകരം തെറ്റിച്ചേട്ടൻ പുട്ടുപൊടി എടുത്തത്. അപ്പോൾ ആ പുട്ടുപൊടി ഇപ്പം ഞാൻ എന്താ ചെയ്യുക, പുട്ടുണ്ടാക്കിയൊന്നും ഇത്രയധികം നമുക്ക് തീരില്ല. അപ്പം ഞാനങ്ങനെ ചെയ്ത് നോക്കിയതാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയും കിട്ടി. അപ്പോൾ പിന്നെ ഇത് ശ്രദ്ധിക്കണം, എന്താ പറയുക, വെള്ളം നന്നായിട്ട് ഒഴിക്കണം. നന്നായിട്ട് ഒഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൺസിസ്റ്റൻസി അറിയാമല്ലോ, ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള ഒരു അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്ത് വെക്കുക കേട്ടോ. അതിന് ശേഷം പിറ്റേ ദിവസം എന്തായാലും ഇത് പൊന്തി ഇങ്ങനെ വരുമ്പോൾ, ഫെർമെൻ്റായി വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യേണ്ടി വരും. പുട്ടുപൊടി ആയ കാരണം ഒന്നും കൂടി അതിങ്ങനെ വെള്ളം പിടിച്ചിട്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിപ്പോൾ ഇത് അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം എടുത്തതാണ്, രാത്രി അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി പൊന്തി പാകത്തിന് പുളിയൊക്കെ, ഭയങ്കര പുളിയൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. ഞാൻ ഇന്ന് രാവിലെയാണ് 1 ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുത്ത് ഇളക്കണത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇപ്പം നല്ല കട്ടിയുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കണം. നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള ആ ഒരു ഇതിലേക്ക് എത്തിക്കണം കേട്ടോ. എന്നിട്ട് നന്നായി ഞാനൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. നന്നായി ഇളക്കി ഇതിലേക്ക് ഇനി 1 ടീസ്പൂണും കൂടി ഇനി ഞാൻ പൊടിയുപ്പാട്ട് ഇടണം. അപ്പം നന്നായി ഇളക്കി വന്നപ്പോൾ അത് ഇങ്ങനെ മാവ് പൊന്തിയത് താഴ്ന്നു. അപ്പം നന്നായി ഒന്ന് ഇളക്കിയിട്ട് വേണം നമുക്കിനി ഇഡ്ഡലിക്ക് കോരി ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കുക, നമ്മൾ എന്തോരം ഉപ്പിടണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പം അരയ്ക്കുമ്പോൾ 2 ടീസ്പൂൺ കല്ലുപ്പിട്ടിട്ടാണ് എനിക്ക് അരയ്ക്കാറ്. അപ്പം ഞാൻ അരയ്ക്കുമ്പോൾ ഇപ്പോൾ 1 ടീസ്പൂൺ കല്ലുപ്പും ഇപ്പോൾ ഒന്ന് 1 ടീസ്പൂൺ പൊടിയുപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇഡ്ഡലി ഒന്ന് കോരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളമാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. വെള്ളം കുറച്ചധികം ഒഴിക്കണം. എന്താ വെച്ചാൽ എന്തോരം ഒഴിച്ചാൽ ഇതിങ്ങനെ ഇതായിട്ടാണ് നിൽക്കുള്ളൂ കേട്ടോ. നമ്മുടെ റവ ഇട്ട പോലെയാണ് നിൽക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇത്തിരിയും കൂടിയും വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒഴിച്ച് നോക്കിയപ്പോൾ ഇത്തിരി വെള്ളം കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ച് ബാക്കിയുള്ളത് ഒഴിച്ച് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ.
നമുക്ക് ആദ്യം തോന്നും ഇത് ശരിയാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നെ ഞാൻ ചെയ്തേട്ടോ. പക്ഷേ അരിപ്പൊടി ഉണ്ടാക്കണേറ്റവും ടേസ്റ്റാണ് പുട്ടുപൊടിയിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ. ഞാൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് നല്ല അനുഭവമാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ട് ഞാൻ നടുവെന്തോന്നൊന്ന് കുത്തി നോക്കിയാൽ അത് കുഴിഞ്ഞിരിക്കണത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും. നമ്മുടെ കയ്യിൽ ഇപ്പം എപ്പോഴും ഇപ്പോൾ പച്ചരിപ്പം അധികം ഞാൻ റേഷൻ കടയിൽ നിന്നൊക്കെ പച്ചരി വാങ്ങാറ്. അപ്പോൾ റേഷൻ കടയിൽ നിന്നൊന്നും പച്ചരി കിട്ടിയില്ലെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.